KSS കുക്കിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക. നമുക്കിന്ന് ചക്കയുപ്പേരി ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. നമ്മുടെ പ്ലാവിലുണ്ടായ ചക്കയാണ്. അത് നമ്മൾ കൊണ്ടുവന്ന് മുറിച്ചെടുത്ത് അതിനകത്ത് ചക്കച്ചുളയെടുത്ത് ചക്കച്ചുള കുരുവെല്ലാം കളഞ്ഞ് ചകണിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് ചെറിയ പീസുകളാക്കി അവിടെ കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടാൽ മതി. എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുന്ന ആ പരുവത്തിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അന്നേരം ഇളക്കമൊന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് പാകമാകും. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കരകരാന്നുള്ള ശബ്ദം കേൾക്കും. കുറേ കഴിയുമ്പോൾ ഒരു 10 മിനിറ്റോളം കഴിയും. അപ്പോൾ നമ്മളത് ഉപ്പേരി പാകമായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉപ്പേരി കോരിയെടുത്ത് അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കൂടെ ഒന്ന് തളിച്ചു കൊടുക്കുക. തളിച്ചു കൊടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് വയ്ക്കുക. അവിടെ ഇരുന്ന് ആറട്ടെ. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പേരിയെല്ലാം എണ്ണയ്ക്കകത്ത് ഉപ്പേരിയല്ല ചക്കച്ചുളയല്ല ഉപ്പേരിയാക്കി നമ്മൾ വറുത്തെടുത്തു. എന്നിട്ട് നമ്മൾ അത് ആറിക്കഴിയുമ്പോൾ ഒരു നല്ല അടപ്പ് ഉള്ള പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ ഉപ്പേരി അവിടെ നന്നായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉപ്പേരി ഉണ്ടാക്കി നോക്കുക. വീഡിയോസൊക്കെ കാണുക. എല്ലാവർക്കും അറിയാം ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ. ഞാൻ ഒരു വീഡിയോ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ ചക്ക ഉപ്പേരി. ഇപ്പോൾ നമുക്കിഷ്ടം പോലെ ഉണ്ടല്ലോ. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ.